ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബയോട്ടിക്കിനെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പ്രോബയോട്ടിക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സോ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത്. അപ്പം ഫസ്റ്റിൽ നമ്മൾ പ്രോബയോട്ടിക്കിനെ പറ്റി പറയുന്നതിന് മുമ്പേ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഉണ്ട്. സോ പ്രീബയോട്ടിക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പ്രീബയോട്ടിക് ഫുഡിലുണ്ടാകുന്ന നോൺ ഡൈജസ്റ്റബിൾ കമ്പോണൻ്റ് ആണ്. അത് നമ്മൾ ഹെൽത്തി ഗഡ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സോ മെയിൻലി നമുക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത് ഓട്സ് ഉണ്ട്, മഷ്റൂം ഉണ്ട്, ഗാർലിക് ഉണ്ട്, പിന്നെ ഒനിയൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പ്രീബയോട്ടിക്സിനെ പറ്റി. ഇനി നമുക്ക് പ്രോബയോട്ടിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രോബയോട്ടിക്സ് എന്ന് വെച്ചാൽ ലൈവ് മൈക്രോബ്സ് ആണ്. അതെന്തിനാ നമ്മുടെ ഗട്ടിനെ ഹെൽത്തിന് മെയിൻലി യൂസ് ചെയ്യുന്ന ലൈവ് ബാക്ടീരിയ ആണ്. അടുത്ത രണ്ട് എക്സാമ്പിൾസ് ആണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് ബിഫിഡോ ബാക്ടീരിയ ഉണ്ട്, പിന്നെ വരുന്നത് ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞ് രണ്ട് ടൈപ്പ് പ്രോബയോട്ടിക്സിൻ്റെ സ്ട്രെയിൻസ് ആണുള്ളത്. മെയിൻ യൂസസ് ഓഫ് ദ പ്രോബയോട്ടിക് ആണ് പറയുന്നത്. അതിനകത്ത് നമുക്ക് ലോട്ട് ഓഫ് 40 മോർ യൂസസ് ഉണ്ട് ഇതിന്, പ്രോബയോട്ടിക്സിന്. സോ നമ്മൾ മെയിൻലി എനർജിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫുഡ് അബ്സോർപ്ഷൻ ബെറ്റർ ആക്കുന്നുണ്ട്, കാൽസ്യം നമ്മുടെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യിക്കാൻ സഹായിക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനും കുറച്ച് നല്ല ഉപകാരമുണ്ട്. പിന്നെ അതുപോലെ മെനി യൂസസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹേർട്ടിന് നല്ലതാണ്, നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസ് കുറയ്ക്കുന്നുണ്ട്, ഡൈജഷന് നല്ലതാണ്. പിന്നെ എന്താ ഡയറിക്ക് നമ്മൾ മോസ്റ്റ്ലി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ആൻറ്റിബയോട്ടിക്കിന് കൂടെ നമ്മൾ പ്രോബയോട്ടിക് കൊടുക്കുന്നതിനെ പറ്റി. അതെന്ന് വെച്ചാൽ ഗട്ടിൻ്റെ ഹെൽത്തിന് മെയിലിൽ നിന്ന് നല്ലതാണ്. പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസിന് നല്ലതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ കണ്ടീഷൻ നമുക്ക് കൊടുക്കാം. പിന്നെ എച്ച് പൈലോറി പോലത്തുള്ള കണ്ടീഷൻസും നമ്മളിത് സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് വജൈനൽ ഇൻഫെക്ഷൻ, ലേഡീസിനുണ്ടാകുന്ന ഇൻഫെക്ഷനാണല്ലോ വജൈനയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനും ഇത് മെയിൻലി സജസ്റ്റ് ചെയ്യാറുണ്ട് ഇവിടെ. പിന്നെ യൂറിനറി ഇൻഫെക്ഷന് നല്ലതാണ്. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ബെറ്റർ ആക്കുന്നുണ്ട്. പിന്നെ ഡിറ്റോക്സിഫൈ ചെയ്ത് സോ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്യൂമർ കണ്ടീഷൻസിലും പ്രോബയോട്ടിക് വലിയൊരു ഗുഡ് ഫാക്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് നമുക്ക് ബ്ലാഡർ ക്യാൻസർ അങ്ങനത്തെ കണ്ടീഷനിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൽ മെയിൻലി തന്നെ പറയുന്നത് ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബയോട്ടിക്കിനെ പറ്റിയാണ് നമ്മൾ മെയിൻലിയും ഡിസ്കസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ മെയിൻലി ഡയറിക്കും വജൈനൽ ഇൻഫെക്ഷനും കൊളസ്ട്രോൾ ലെവൽസ് കുറയ്ക്കാനും പിന്നെ ഇമ്മ്യൂൺ ഹെൽത്തിനും ഒക്കെയാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം. ചില നമ്മുടെ ബൗൾസ് ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ലതാണ് ഈ ലാക്ടോബാസിലസ്. പിന്നെ മെയിൻലി നമ്മൾ ഫുഡുകൾ നേരത്തെ പറഞ്ഞത് തന്നെ 2-3 ഫുഡുകൾ എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. അത് ജസ്റ്റ് സൂപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ യോഗേർട്ട്, പിന്നെ കിംചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചൈനീസുകാരും പിന്നെ ഫിലിപ്പീൻസൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് കിംചി. പിന്നെ അതുപോലെ ഫെർമെൻറ്റഡ് പിക്കിൾസൊക്കെ അവർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെന്താ അതൊക്കെ തന്നെയാണ്. പിന്നെ കുറേ ബട്ടർ മിൽക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ലസ്സി ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസായിട്ട് നമ്മൾ പറഞ്ഞു ഗാർഡൻ ഓഫ് ലൈഫ് ബ്രാൻഡ്, കുറച്ച് ബ്രാൻഡ്സാണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത്. ഇവിടുത്തെ കുറച്ച് ബ്രാൻഡ്സാണത്. അതിനകത്ത് തന്നെ 50 ബില്യൺസ് ഉണ്ട്, 20 ബില്യൺസ് ഉണ്ട്, അങ്ങനെ 90 ബില്യൺസ് ഉണ്ട്. 50 ബില്യൺസ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ബാക്ടീരിയ സ്ട്രെയിൻസ് ആണ്. ലൈക്ക് ലാക്ടോബാസിലസും ബിഫിഡോ ബാക്ടീരിയസും ടോട്ടൽ 50 ബില്യണായിട്ട് പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെ സ്ട്രെയിൻസ് കൂടുതലുള്ളതാണ് അത്. പിന്നെ മെൻസിന് പ്രത്യേകം പ്രോബയോട്ടിക്സ് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് പ്രോബയോട്ടിക്കിനെ പറ്റിയാണ്. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.